ഇന്നലെ തന്നെ പലയിടങ്ങളിലും ഈ വി.ഡി. സതീശന് അനുകൂല പ്രകടനങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും ഫ്ലെക്സുകൾ വന്നിരുന്നു. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ ചേരുന്നത്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഈ വി.ഡി. സതീശൻ അനുകൂല പ്രകടനങ്ങൾ അത് കൂടുതലും എറണാകുളം ജില്ലയിൽ തന്നെ പലയിടത്തും, അത് എറണാകുളത്ത് പറവൂരിൽ, മൂവാറ്റുപുഴയിൽ, ആയവന, അങ്ങനെ പലയിടങ്ങളിലായി നമ്മൾ കണ്ടു. വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ പരസ്യമായി തന്നെ നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലെക്സുകൾ വെക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്നും അത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് പ്രവർത്തകരുടെ ഒരു പൊതുവികാരം? എൽദോ, കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന്റെ ജന്മനാടായ നെട്ടൂരിലാണ് പ്രാദേശിക നേതാക്കൾ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു അനുകൂല പ്രകടനം നടത്തിയത്. വി.ഡി. സതീശൻ അനുകൂല പ്രകടനം നടത്തിയത് വി.ഡിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, പണിയെടുത്തവന് അതിനുള്ള കൂലി നൽകണം. ഈ കൊച്ചി മുഴുവൻ പിടിച്ചത്, അല്ലെങ്കിൽ കേരളം മുഴുവൻ പിടിച്ചത് വി.ഡി. സതീശൻ വർക്ക് ചെയ്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഹോംവർക്കിന്റെ ഭാഗമായിട്ടാണ് യു.ഡി.എഫിന് ആളുകൾ വോട്ട് ചെയ്തത്. ജനവികാരത്തെ മാനിക്കണം. ജനവികാരം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. അതല്ലാതെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതല്ല. അതല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ നാഷണൽ ലീഡറായി തുടരുന്ന കെ.സി. വേണുഗോപാൽ അല്ല മുഖ്യമന്ത്രിയാകേണ്ടത്. വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. വി.ഡി. സതീശനെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഈ യു.ഡി.എഫിന് വോട്ട് ചെയ്തത്, അതല്ലെങ്കിൽ എൽ.ഡി.എഫിനെതിരെ വോട്ട് ചെയ്തത്. ഭരണവിരുദ്ധ വികാരം മാത്രമെന്ന് അതിനെ കണക്കാക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രാദേശിക നേതൃത്വം ഈ പ്രകടനത്തിലേക്ക് പോയത്. പ്രത്യേകിച്ചും പലരും അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മെമ്പർമാരായിരുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ പ്രാദേശിക നേതൃത്വമാണ് അതിന് ഈ പറയുന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇന്നും കീഴ്മാട്, ആലുവയിൽ കീഴ്മാട് അത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം വൈകുന്നേരം 5 മണിയോടുകൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനിടയിൽ പലയിടത്തും ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്, പലയിടത്തും ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമുക്ക്, അതായത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടല്ല ഇത്തരം അനുകൂല പ്രകടനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ചും കെ.പി.സി.സി അത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ ഉണ്ടാകരുത് എന്ന് കെ.പി.സി.സി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക്, അതായത് മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ പരിചിതങ്ങളായ മുഖങ്ങളോ ഒന്നും ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല. വി.ഡി. സതീശൻ അനുകൂല പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല. പക്ഷേ അതായത് ഇന്നലെ ഇരിട്ടിയിൽ അത്തരം ഒരു പ്രകടനത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ പെട്ടെന്നാണ്, അതായത് അധികം സമയം എടുക്കാതെ തന്നെയാണ് നെട്ടൂരിൽ ഇത്തരത്തിലൊരു പ്രകടനം സംഘടിപ്പിക്കുകയും അതിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുകയും INTUC ഉൾപ്പെടെയുള്ള ആളുകൾ അതിലേക്ക് ഭാഗമാവുകയും ചെയ്തു. എന്തായാലും കൊച്ചിയുടെ ഒരു ആവശ്യം കൂടുതലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് തന്നെയാണ് പലയിടങ്ങളിലും വി.ഡി. സതീശൻ. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ തന്നെ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പലയിടത്തും വി.ഡി. സതീശന് അനുകൂലമായി ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്. വി.ഡി. നയിക്കും, മുഖ്യമന്ത്രി വി.ഡി. ആകണം എന്നുള്ള തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ അത് അനുകൂല പ്രകടനങ്ങളുമായി മാറിയിരിക്കുകയാണ്. അതേസമയം വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ മറ്റ് ക്യാബിനറ്റ് മന്ത്രി പദങ്ങളിലേക്ക് താൻ പോകില്ല, MLA തന്നെ തുടരുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 3 പേരിൽ ആര് എന്നുള്ള ആശങ്ക അണികൾക്കുണ്ട് എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. അതിൽ വി.ഡി. അനുകൂല പ്രകടനങ്ങൾ കൊച്ചിയെ സംബന്ധിച്ചിട്ട് കൂടുതലാണ്. കൊച്ചി 14 മണ്ഡലങ്ങളും പിടിച്ചു. അത് നേരത്തെ വി.ഡി. സതീശൻ പല വാർത്താ സമ്മേളനങ്ങളിലും പറഞ്ഞതാണ്. 100-ലധികം സീറ്റും, അതുപോലെ കൊച്ചിയിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും UDF പിടിച്ചെടുക്കുമെന്നുള്ളത്, അതിനുവേണ്ടി താൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും ജയിച്ച ശേഷവും മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. അതുപോലെ കേരളത്തിലുടനീളം ഉള്ളത് ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കോൺഗ്രസിന്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം കൊണ്ടുകൂടിയാണ്, പ്രത്യേകിച്ച് വി.ഡി. സതീശൻ നയിച്ചിട്ടുള്ള പ്രവർത്തനം കൊണ്ട് കൂടിയാണ് ഇത്തവണ ഭരണം പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ്. അതിന് വിവിധയിടങ്ങളിൽ നിന്നും ഇന്നും നമുക്ക്, എനിക്ക് തോന്നുന്നു, നിരവധി പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാം. ആലുവ കീഴ്മാട് പ്രതിഷേധം ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുമാണ്. ഒരുപക്ഷെ ഫ്ലെക്സുകളും ഉയർന്നേക്കാം. എന്തായാലും കെ.പി.സി.സി നേതൃത്വത്തിനെ മാനിക്കാതെ, അല്ലെങ്കിൽ കെ.പി.സി.സി നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ മാനിക്കാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതെന്നും ശ്രദ്ധേയമാണല്ലോ. ആജ്ഞ, ഈ മുഹമ്മദ് ഷിയാസ് DCC അധ്യക്ഷൻ എറണാകുളത്തെ, അപ്പോൾ മുഹമ്മദ് ഷിയാസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വളരെ ശക്തമായി വി.ഡി. സതീശന് വേണ്ടി എണ്ണം പറഞ്ഞു നിൽക്കുന്ന
MLA-മാരിൽ ഒരാളാണ്. ഇപ്പോൾ ഷിയാസ് ജയിച്ച് MLA സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം. അപ്പോൾ ഈ എറണാകുളം DCCയിലെ ഒരു പൊതുവികാരം എന്താണ്? എറണാകുളത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണോ? എൽദോ, ഈ മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ, അതായത് നമുക്കറിയാം കൊച്ചിയിൽ KJ മാക്സിക്ക് ഉണ്ടായിരുന്ന ഹോൾഡ് അല്ലെ KJ മാക്സി പരാജയപ്പെടുമെന്ന് പോലും LDF ഒരു ഘട്ടത്തിലും കണക്ക് കൂട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ KJ മാക്സിയെ പോലും പരാജയപ്പെടുത്തിയിട്ടാണ് UDF ഇത്തവണ എറണാകുളം കൊച്ചി മണ്ഡലം പിടിച്ചെടുക്കുന്നത്. കൊച്ചി മണ്ഡലം പിടിച്ചെടുക്കുമ്പോൾ VD സതീശന്റെ ഇടപെടൽ പ്രത്യേകിച്ചും അതിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലത്തീൻ സഭ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുസ്ലിം കാൻഡിഡേറ്റ് ആയിരുന്ന ഒരു സാഹചര്യം. അങ്ങനെ സാമുദായിക സമവാക്യങ്ങൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് VD സതീശൻ അതിൽ ഇടപെട്ടു എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് കൊച്ചിയിലുള്ളതും. എറണാകുളത്തിൽ മൊത്തത്തിൽ, അതായത് ഈ സിറ്റിംഗ് MLA-മാരല്ലാതെ സിറ്റിംഗ് സീറ്റ് 9 സീറ്റുകളല്ലാതെ ബാക്കി 5 സീറ്റുകളും പിടിച്ചെടുത്തതിൽ VD സതീശന്റെ ഹാർഡ് വർക്ക് ഉണ്ട്, അതിലേക്ക് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് എറണാകുളത്തിനുള്ളത്. എറണാകുളത്തിലെ DCC അംഗങ്ങൾ കൂടുതൽ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് അഭിപ്രായം നമ്മളോട് രേഖപ്പെടുത്തിയത്. പക്ഷേ പരസ്യമായി പറയാൻ തയ്യാറല്ല. എന്നിരുന്നാൽ പോലും DCCയിൽ കൂടുതലും പിന്തുണ VD സതീശന് അനുകൂലമാണ്. ഒട്ടുമിക്ക ആളുകളും, കൂടുതലും എന്ന് പറയുന്നതിനേക്കാൾ ഭൂരിഭാഗവും എന്ന് പറയുന്നതിനേക്കാൾ ഏറെ പൂർണ്ണമായും DCC VD സതീശനൊപ്പം നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ മുഖ്യമന്ത്രിയാകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ VD സതീശന്റെ മുൻ പരിചയം അല്ലെങ്കിൽ ഇതുവരെയും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരാത്ത ആളെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും VD സതീശൻ അതൊരു മാനദണ്ഡമാണോ എന്ന് ദേശീയ ചാനലുകൾക്ക് അല്ല ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ, അതായത് മുൻപ് മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്നില്ല അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തിരുന്നില്ല, അതൊരു മാനദണ്ഡമാണോ? അതായിരിക്കരുത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മാനദണ്ഡമെന്ന് സതീശൻ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. എന്തായാലും VD അനുകൂല പ്രകടനങ്ങൾ, അതുപോലെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള മൊത്തത്തിൽ എറണാകുളത്തിന് തന്നെ ആവശ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ DCC മുന്നോട്ട് വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളിൽ അവരുടെ പ്രതീക്ഷകളിലൊന്ന് അതുതന്നെയാണ്. എന്തായാലും എറണാകുളം ജില്ല VD സതീശനൊപ്പം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് VD അനുകൂല പ്രകടനങ്ങൾ അതിന്നും തുടരാനുള്ള സാധ്യതയാണ് ആജ്ഞ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.